ഈശോയിൽ അത്രയും സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പുകാലം 6-ാമത്തെ ഞായറാഴ്ച നമ്മൾ ധ്യാനിക്കുകയാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോ മിശിഹായ്ക്ക് പിതാവായ ദൈവത്തോടുണ്ടായിരുന്ന സ്നേഹബന്ധത്തെ പറ്റിയാണ് യോഹന്നാന്റെ സുവിശേഷം ഇവിടെ പ്രതിപാദിക്കുക. പുത്രനായ മിശിഹ പിതാവായ ദൈവത്തോട് താൻ കാണിച്ചിരുന്ന സ്നേഹബന്ധത്തെ ഒരു അധികാരത്തോടുള്ള ബന്ധമായിട്ടല്ല ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല ബന്ധങ്ങളും അധികാരത്തോടുള്ള ചില ബഹുമാനങ്ങളാകാം, ചില അടുപ്പങ്ങളാകാം, ചില സ്നേഹങ്ങളാകാം. എന്നാൽ ഒരു കുടുംബത്തിൽ ഒരു പിതാവിന് മക്കളോട് വേണ്ട സ്നേഹം, ഒരു മകന് പിതാവിനോട് വേണ്ട സ്നേഹമാണ് ഈശോ മിശിഹ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പ്രിയപ്പെട്ട മക്കളാകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ സ്നേഹത്തെ പ്രതി, അധികാരത്തെ പ്രതിയല്ല, സ്നേഹത്തെ പ്രതി നമ്മൾ പരസ്പരം സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ പറഞ്ഞു വയ്ക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിന്റെ 2-ാമത്തെ ചിന്തയെ നമ്മൾ കാണുകയാണ് നിരാശയിൽ കൂട്ടുനിൽക്കുന്ന ഒരു ഈശോയെ. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് നിരാശ, പാപം, വിഷാദം തുടങ്ങിയ വീഴ്ചകൾ. ഈ കാലഘട്ടത്തിൽ ധാരാളം മനുഷ്യർ നിരാശ കൊണ്ട്, വിഷാദം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്. പക്ഷേ ഈശോ പറഞ്ഞു വെക്കുകയാണ്, നീ എന്നിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടി തയ്യാറാകുകയാണെങ്കിൽ നിന്നെ വീണ്ടും ജീവനുള്ള പുത്രനാക്കി മാറ്റുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഞായറാഴ്ച ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. വിഷാദത്തിന്റെ, പാപത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ തിരികെ വരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വിളി കൂടിയാണ് ഈ ഞായറാഴ്ച സുവിശേഷം നമ്മുടെ മുന്നിൽ വെക്കുക. വീണ്ടും ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുന്നിൽ വെക്കുകയാണ് ദൈവവചനം കേൾക്കുന്നവരായിട്ട് നമ്മൾ മാറണം. നമുക്കൊക്കെ അറിയാം, നമ്മൾ ദൈവവചനം വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. പക്ഷേ വീണ്ടും ഈ സുവിശേഷം നമ്മുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുകയാണ്, നീ ദൈവവചനം കേൾക്കുന്നവനായിട്ട് മാറണം. ദൈവവചനം കേൾക്കുന്നവന്റെ ജീവിതത്തിലെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അവൻ നിത്യജീവന് അവകാശം നേടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുന്നിൽ പറഞ്ഞു വെക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിത്യജീവൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ദൈവവചനം കേൾക്കാൻ, ദൈവവചനം വായിക്കാൻ, ദൈവവചനത്തോട് നല്ലൊരു ബന്ധം പുലർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. അപ്പോഴാണ് പിതാവായ ദൈവവും പുത്രനായ മിശിഹായും തമ്മിലുള്ള ആ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുക. വീണ്ടും ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുന്നിൽ പറഞ്ഞു വെക്കുകയാണ് അന്തിമ വിധിയെ പറ്റി. കല്ലറകളിൽ നിന്നുമുള്ള നമ്മുടെ ഉദ്ധാന സമയത്ത് നമ്മൾ അന്തിമ വിധിക്ക് യോഗ്യരാകുകയാണ്. പ്രിയപ്പെട്ടവരെ, പല ആളുകളും ചോദിക്കാറുണ്ട്, ഈ ഉദ്ധാനം എവിടെ നിന്ന് സംഭവിക്കും? ഉദ്ധാനം എവിടെ നിന്ന് സംഭവിക്കും എന്ന ചോദ്യത്തിന് കത്തോലിക്ക സഭ നമ്മുടെ മുന്നിൽ വെച്ച് തരുന്ന ഉത്തരം ഇതാണ്: ഉദ്ധാനം കല്ലറകളിൽ നിന്നാണ് സംഭവിക്കുക. കല്ലറകളിൽ നിന്നും നടക്കുന്ന ഉദ്ധാനത്തിൽ, അന്തിമ വിധിയിൽ നമ്മൾ ദൈവമായ കർത്താവിന്റെ സന്നിധിയിലേക്ക് എത്തണമെങ്കിൽ പിതാവായ ദൈവത്തോട് പുത്രനായ മിശിഹായ്ക്കുണ്ടായിരുന്ന അതേ സ്നേഹബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഈ ഞായറാഴ്ച സുവിശേഷം നമ്മുടെ മുന്നിൽ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ദൈവത്തോട്, പുത്രനായ മിശിഹായോട് തീർച്ചയായും നല്ലൊരു സ്നേഹബന്ധം പുലർത്തിയെങ്കിൽ മാത്രമേ അന്ത്യവിധിയുടെ നാളിൽ നമുക്ക് സ്വർഗം സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. വീണ്ടും ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുന്നിൽ പറഞ്ഞു വെക്കുകയാണ്, നീ നിന്റെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിന്റെ ജീവിതത്തിൽ വചനം സ്വന്തമാക്കണം. വചനം സ്വന്തമാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ടാകുക. കാരണം വചനത്തിലൂടെയാണ് ഈശോ നമ്മളോട് സംസാരിക്കുന്നത്. ഈശോ സംസാരിക്കുന്നത് നീ കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ വചനം വായിക്കണം, വചനം കേൾക്കണം, വചനം ധ്യാനിക്കണം. അപ്പോൾ ഈശോ നിന്റെ ജീവിതത്തിൽ നിത്യജീവൻ തരുവാൻ വേണ്ടി എന്നും തയ്യാറാണ്. ഒരേ ഒരു കാര്യമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ, വചനത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോവുക, വചനം വായിക്കുക, വചനം ധ്യാനിക്കുക, വചനം കേൾക്കുക. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടുന്നത്. ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുന്നിൽ വെക്കുന്ന ഏറ്റവും വലിയ ചിന്ത അതാണ്. നീ കർത്താവിനെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ വചനത്തിലേക്ക് പോകണം. നീ വചനത്തിലേക്ക് പോകുമ്പോൾ നീ കർത്താവിനെ കാണും, നീ കർത്താവിനെ കേൾക്കും, നീ കർത്താവിനെ അനുഭവിക്കും. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം ഇന്ന് നമ്മളെ കർത്താവിനെ കാണുവാൻ, കർത്താവിനെ കേൾക്കുവാൻ, കർത്താവിനെ അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ക്ഷണം നടത്തുകയാണ്. ആ ക്ഷണം സ്വീകരിക്കാൻ നമുക്ക് ഈ ഒരു ഞായറാഴ്ച ദൈവാനുഗ്രഹം നിറഞ്ഞതാകട്ടെ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.